ഹരിശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരേ നമ. ശ്രീ ഹരേ നമ. ശ്രീ ഹരേ നമ. മോഘം കരോതി വാചാലം പങ്കും ലംഘേതി ഗിരിം കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ഓം ഗും ഗുരുഭ്യോ നമ. വഴിപാടുകളും പൂജകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്തെങ്കിലേ അതിനൊക്കെ ഒരു ഫലമുള്ളൂ. എന്ത് നാമജപമായാലും കൃത്യമായിട്ട് ചെയ്യുക, അത് മുടങ്ങാതെ ചെയ്യുക, കൃത്യസമയത്ത് ചെയ്യുക. അതിനൊക്കെ ഒരു പോസിറ്റീവ് എനർജികളാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി. 30 വ്യാഴാഴ്ച എന്ന് പറയുന്നത് മലയാള മാസം ആദ്യ വ്യാഴാഴ്ചയാണ്. ഇന്നലെ പാലായിക്കുളത്ത് 2 വർഷം മുമ്പെല്ലാ മലയാള മാസം ആദ്യ വ്യാഴാഴ്ചയും ഒരു ഉത്സവം പോലെയായിരുന്നു ജനങ്ങൾ വന്നിരുന്നത്. കൊച്ചു കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. 100 മാല വരെ ചാർത്തും അവിടെ. അത്രക്ക് ജനങ്ങൾ ഉണ്ടായിരുന്നാണ്. ഇന്നലെ ഒരു അമ്മ പറയായിരുന്നു, ആൻറ്റി അത് 2 വർഷം മുമ്പ് എല്ലാ മലയാള മാസം ആദ്യ വ്യാഴാഴ്ചയും പൂജകൾ ഉണ്ടായിരുന്നു. ഇഷ്ടമാതിരി ജനങ്ങളൊക്കെ വന്നിരുന്നതാണ്. അന്നത്തെ ഒരു ആനന്ദം ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കമ്മിറ്റിക്കാരൊക്കെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക. ഭഗവാന്റെ ഒരു അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. നമ്മൾ വിചാരിച്ചാലോ കമ്മിറ്റി വിചാരിച്ചാലോ നടക്കുന്ന കേസുകളല്ല അതൊക്കെ. ഭഗവാന്റെ അനുഗ്രഹം വേണം. നമുക്കൊരു ദൈവാധീനം, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ളൊരു അടുപ്പം, ഭഗവാനായിട്ടൊരു അടുപ്പം, അതാണ് ഏറ്റവും വലിയ ദൈവാധീനം. കൃത്യസമയത്ത് നാമം ജപിക്കുക, അതൊക്കെ ചെയ്തെടുത്താലേ നമുക്കതൊക്കെ ഉണ്ടാവുള്ളൂ. നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ പൊയ്ക്കോളും. ഭഗവാന്റെ പല പരീക്ഷണങ്ങളും ഉണ്ടാവാം. അപ്പം നമ്മളൊക്കെ അതൊക്കെ കണ്ടറിഞ്ഞൊക്കെ ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പ ശരണം. നമുക്ക് ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും മതിയായില്ല. അത്രയധികം അനുഭവങ്ങളാണ് ഭക്തർക്കായിട്ട് ഗുരുവായൂരപ്പൻ സമ്മാനിക്കുന്നത്. അപ്പോ ഭഗവാന്റെ മായക ശരിക്കും പറയാതിരിക്കാനാവില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തോന്നും, നമ്മളെ കാണുന്നില്ല, നമ്മുടെ അനുഭവങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ പരീക്ഷണങ്ങളാട്ടോ കണ്ണന്റെ. ആ പരീക്ഷണങ്ങളൊക്കെ തീർത്തിട്ട് നമ്മളെ ഭഗവാന് ആ തൊഴുതു നിൽക്കുന്ന കൈ ഉണ്ടല്ലോ, ആ കൈ അങ്ങോട്ട് പിടിക്കും ആ ഭഗവാൻ. അങ്ങനെ ആട്ടോ നമ്മുടെ ആ ഗുരുവായൂരപ്പൻ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായ കണ്ണനായ ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. നന്നായി മനസ്സറിഞ്ഞ് നാമം ജപിക്കുക. നന്നായിട്ട് നാമം ജപിക്കുക. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഏതാപത്തിലും നമ്മുടെ ഒപ്പം നിൽക്കും ആ കണ്ണൻ. ശരിക്കും കണ്ണനെ വിശ്വസിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പനെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല കേട്ടോ. ഹരിശരണോ. നാരായണ 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 സച്ചിദാനന്ദ. നാരായണ 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 സച്ചിദാനന്ദ. കാർക്കേണം നിന്നെ എന്നും പാർക്കേണം നിന്നോടൊപ്പം ചേർക്കേണം എന്നെ നിന്നെ ഗോവിന്ദ ഗോപാല. നാരായണ 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 നാരായണ
നാരായണ നാരായണ സച്ചിദാനന്ദ. കാരുണ്യമൂർത്തിയല്ലേ ആനന്ദരൂപനല്ലേ ആതങ്കനാശകാമി കാക്കേണമെന്നുമെന്നും. ഗോപികനാഥനല്ലേ ഗോപകുമാരനല്ലേ ഗോപാലകൃഷ്ണനല്ലേ കാക്കേണമെന്നുമെന്നും. രാധാരമണനല്ലേ നന്ദകുമാരനല്ലേ വേണുഗോപാലനല്ലേ കാക്കേണമെന്നുമെന്നും. നീരദവർണ്ണനല്ലേ നിർമ്മലഗാത്രനല്ലേ നവനീതചോരനല്ലേ കാക്കേണമെന്നുമെന്നും. ധർമ്മത്തിൻ മൂർത്തിയല്ലേ കർമ്മയോഗിയുമല്ലേ ബ്രഹ്മസ്വരൂപനല്ലേ കാക്കേണമെന്നുമെന്നും. കല്യാണരൂപനല്ലേ മല്ലാരി വീരനല്ലേ ചൊല്ലേയും കണ്ണനല്ലേ കാക്കേണമെന്നുമെന്നും. എന്റെ ജീവനല്ലേ ജീവസ്വരൂപനല്ലേ കാലസ്വരൂപനല്ലേ കാക്കേണമെന്നുമെന്നും. ഓർക്കേണമെന്നുമെന്നും പാർക്കേണമെന്നുമെന്നും ചക്രഗധാധരാണി രക്ഷിക്കവേണമെന്നും. നാരായണ 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 സച്ചിദാനന്ദ സച്ചിദാനന്ദ സച്ചിദാനന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹരിചരണ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരിചരണ. ദശകം 33 അംബരീഷ ചരിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം വൈവസ്വതാക്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതോംബരീക്ഷ സപ്താർണവാവൃതമഗീതയിതോപിരേ ത്വത്സംഗിഷു ത്വയിദമഗ്നമനാ സദൈവ ത്വത്പ്രീതയേ സകലമേവ വിദന്യതോസ്യാം ഭക്തൈവ ദേവ ന ചിരാത് അഭൃധാ പ്രസാദം ഏനാസ്യ യാചനമൃതേ അപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദധാര സഹസ്രധാരം സാ ദ്വാദശി വ്രതമദോ ഭവദർച്ചനാർത്ഥം വർഷം ദദോ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാ സമം സമനസാ മഹതീം വിദന്യൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശു ഷഷ്ടികോടീം തത്രാദപാരണദിനെ ഭവത് അർച്ചനാന്തെ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തും മൃതശ്ച സ നൃപേണ പരാതിശീലോ മന്ദം ജഗാമയമുനാ നിയമാൻ വിദാസ്യൻ രാജ്ഞാദപാരണമുഹൂർത്ത സമാപ്തിഗേധാത് വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോ ധൃതജഡോ വിദധാന കൃത്യാം
कृत्यां च ताम् असिधरां भुवनं दहन्तीम् अग्रे विवीक्ष्य नृपतिर्न पदाच्च कम्बे त्वद्भक्तभादम् अभिवीक्ष्य सुदर्शनं ते कृत्यानलं चलभयन् मुनिम् अन्वधावि धावन्न शेषभुवनेषु वियास पश्यन् विश्वत्र चक्रमभिते गतवान् विरिञ्चम् कालचक्रम् अधिलङ्घयतीत्यपास्तां शर्वं ययौ सज भवन्तमवन्ततैव भूयो भवन् निलयमेत्य मुनिं नमन्तम् प्रोचे भवानहमृषे ननु भक्तदासा ज्ञानं तपश्च विनयान्युदम् एव मान्यं याहम्बरीश्च पदम् एव भजेति भूमन् तावत् समेत्य मुनिना सगृहीतबाधो राजावसृत्य भवदस्त्रम् असौ अनौषी चक्रे गदे मुनिरदात् अखिलाशिषोऽस्मै त्वद्भक्तिम् आगसि कृतेऽपि कृपां च शंसन् राजा प्रतीक्ष्य मुनिमेकसमामनाश्वान् सम्भोज्य साधु तं ऋषिं विसृजन् प्रसन्नम् भुक्त्वा स्वयं त्वयि ततोऽपि दृढं रथोऽभूत् सायुज्यमापज समां पवनेश पाय सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ज्वलन्तं तेजसं नित्यं सर्वशत्रुविनाशनम् अहं सुदर्शनं वन्दे देवदेव जगल्पदे ॐ नमो भगवते वासुदेवाय।